പ്രതിഷേധത്തിനിടെ നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിലാണ് ഇപ്പോൾ PV അൻവർ MLA അറസ്റ്റിലായിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു. റിമാൻഡാണോ അതോ ജാമ്യമാണോ എന്ന കാര്യത്തിലാണ് ഇനി ആകാംക്ഷ. അതിൽ ഏറെക്കുറെ റിമാൻഡ് എന്ന് PV അൻവർ MLA ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ മജിസ്ട്രേറ്റിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. കാരണം ഇതേ കേസിൽ തന്നെ മുമ്പ് 2 DMK പ്രവർത്തകർ ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ റിമാൻഡ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഒന്നാം പ്രതിയായ PV അൻവറും അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നാളെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, ഈ നിയമ നടപടിയിലെ ആകാംക്ഷ അത് ജാമ്യമോ റിമാൻഡോ എന്ന കാര്യത്തിലെ എന്നതിനപ്പുറത്തേക്ക് ഇതിൽ രാഷ്ട്രീയമായി ഇപ്പോൾ PV അൻവർ നടത്തിയ പ്രതികരണങ്ങൾ അത് മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ ഒരിടവേളയ്ക്ക് ശേഷം ആഞ്ഞടിക്കാൻ ഒരു ആയുധം PV അൻവറിന് കൈവന്നിരിക്കുകയാണ്. ഗോകുൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം PV അൻവറിന്റെ കോർട്ടിലേക്ക് ബോളെത്തിയിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതായാലും നിലവിൽ ഈ മജിസ്ട്രേറ്റിന് മുൻപിലുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ്, അറസ്റ്റ് അറിഞ്ഞിട്ട് വന്നാണോ? അറസ്റ്റ് അറിഞ്ഞു വന്നാണ്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷക്കാർക്ക് ഓല് എന്തായാലും ജയിക്കും അടുത്ത ഇലക്ഷനിൽ, വലതുപക്ഷക്കാർക്ക് ഓലും ജയിക്കും. പിന്നാലെ ജയിക്കാത്ത ഞങ്ങൾ ഈ കുറച്ച് അൻവറാക്കാൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ജനങ്ങളോ മലമൂട്ടിൽ താമസിക്കുന്ന ജനങ്ങളോ തോൽക്കാൻ പോണത് ഒരിക്കലും ആ മലന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾ ഒരിക്കലും തോൽക്കൂല. ഭരണകൂടത്തിന്റെ മുന്നിൽ ഒരിക്കലും ചത്താലും ശരി ജനങ്ങൾ തോൽക്കൂല. അവിടുന്ന് പോരില്ല. പോരാണെങ്കിൽ എത്രയോ ജനങ്ങൾ പോരണ്ട. എത്ര ദിവസം കൊണ്ട് കുറഞ്ഞ അൻവർക്ക് പറഞ്ഞമാർക്ക് എത്ര ജനങ്ങളോടെ കടന്ന് ചത്തു. ഒരാൾക്ക് പോരാൻ കഴിയില്ല. 2 ടീമിന് ഇപ്പോൾ ഇത് വേണ്ട. ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ എന്തായാലും പ്രശ്നമല്ല. ഓൾക്ക് 2 ടീമിന് ഭരിച്ചാൽ മതി. അൻവറാക്ക പറയുന്ന പ്രശ്നങ്ങളിലേക്ക് ആര് പ്രതിപക്ഷം മുണ്ടില്ലല്ലോ. പ്രതിപക്ഷങ്ങൾക്ക് എന്താ മുണ്ടാത്തതിന്റെ കാരണം അവർക്ക് മുണ്ടിയിട്ട് പ്രശ്നമില്ല. അവരെന്തായാലും ജയിക്കും. എല്ലാവരും മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഉപ്പായിട്ടാണ് ഉത്തരക്കുന്ന കുറേ ആൾക്കാർ ഇപ്പുറത്ത് എന്തായാലും മുഖ്യമന്ത്രി ആകാൻ അടുത്ത ഉപ്പായിട്ടാണ് ഇപ്പുറത്തും. പിന്നെ പാരല്ലേ ഞമ്മക്കല്ലേ ഇവിടെ സാധാരണക്കാരായ മലമൂട്ടിൽ താമസിക്കുന്ന ജനങ്ങൾക്കല്ലേ പ്രശ്നം. മൂപ്പര് പറഞ്ഞൊക്കെ ജനങ്ങൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളാണ്. അത് അനുഭാവപൂർവ്വം കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർക്കാവുന്ന വിഷയം സ്റ്റാർട്ടിങ് മുതലുള്ളൂ. സാധാരണക്കാരായ ജനങ്ങൾ 2 ടീമിനും വേണ്ട. 2 ടീമിനും ഒന്നിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. ഇവർക്ക് 2 കൂട്ടർക്കും അറിയാം. അപ്പോൾ പിന്നെ പുതിയൊരു പ്രശ്നം ഇവിടെ എന്തിനാ ഉണ്ടാക്കേണ്ട ആവശ്യം? നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് കാട്ടാനശല്യം ഉണ്ടോ? ആനശല്യം എന്നല്ല, എല്ലാ സാധനങ്ങളുണ്ട്. ആന മാത്രമൊന്നല്ല, എല്ലാ കുരങ്ങ്, ആന മുതൽ ഫോറസ്റ്റിലെ സാധനങ്ങൾ, കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ വീട്ടിലാണ്. ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരും. ഒരു 5 മണിക്ക് നമ്മളെ വീടിന്റെ മുറ്റത്തേക്ക് വന്ന് വലിയ പന്നി, അതിന്റെ കുട്ടികളും ഒക്കെ. പിന്നെ കുരങ്ങിന്റെ ശല്യം ഒരുപാട് പ്രശ്നമുണ്ട്. കുട്ടികളൊക്കെ മദ്രസക്ക് പോകുമ്പോൾ ഈ മദ്രസ് വിട്ടു വരുമ്പോൾ കുരങ്ങ് നടു റോട്ടുമുണ്ടാവും. റോട്ടും വരുമ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് വരുന്ന റോഡുമേ. പക്ഷെ അത് പിന്നെ കുട്ടികൾ പേടിച്ചിട്ട്, പക്ഷെ കുരങ്ങൊന്നും കാട്ടില്ല. പക്ഷെ കുരങ്ങ് പേടിപ്പിച്ച് കുട്ടികൾ ബുക്കാണ്. അപ്പൊ എന്താ വെച്ചുമ്പോ ഓടിയിട്ടും ചാടിയിട്ടും കുട്ടികൾ പായാണ്. അപ്പൊ എന്താ വെച്ചാല് പന്നിന്റെ ശല്യം ഒരുപാട്. നേരം വെളുത്ത് നീച്ചുമ്പോ ജാമ്യം കിട്ടുന്ന പ്രതീക്ഷ. തീർച്ചയായും അദ്ദേഹം നിരപരാധിയല്ലേ? എന്ത് തെറ്റാ അദ്ദേഹം ചെയ്ത്? ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടി കൊന്നപ്പോ അതിന് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിട്ട്. പ്രവർത്തകർ ഇതൊരു ജനകീയ പ്രശ്നത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിനെ പോലും സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടുന്ന നേരത്തിലുള്ള പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതുതന്നെയാണ് ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിച്ചൊരു കേസിലല്ല, അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും ആരോപണത്തിന്റെ പുറത്തല്ല, ഒരു ജനകീയ വിഷയം ഉയർത്തി നടത്തിയ സമരത്തിൽ പോലും തന്നെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്നതാണ് ഇപ്പോൾ അൻവറിന്റെ ഭാഷ്യം. പ്രവർത്തകരും അതുതന്നെയാണ് പറയുന്നത്. ഏതായാലും രാഷ്ട്രീയമായി ഈ അറസ്റ്റ് നടപടിയെ അൻവറിന്റെ പാർട്ടിയും ഉപയോഗിക്കുന്നത് വ്യക്തവുമാണ്. ഏതായാലും മജിസ്ട്രേറ്റിന്റെ തീരുമാനം അത് റിമാൻഡോ ജാമ്യമോ എന്നത് അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.